ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മോർണിംഗ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. മുട്ടക്കറി വയ്ക്കാം, മുട്ട അടുപ്പിൽ വയ്ക്കും, പിന്നെ ഇടിയപ്പം. ഇനി കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നാരങ്ങ വെള്ളം ഇടുക. ഇനി ടിഫിന് ബാക്കിയുള്ളതൊക്കെ എടുത്ത് അവന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള നാരങ്ങ വെള്ളവുമാണ്. കൊച്ചിന് കൊണ്ടുപോകാനുള്ള ഓറഞ്ച് മുന്തിരിങ്ങായി. ഇടിയപ്പവും പഞ്ചസാരയും. ക്രോസൻറ്റും ബിസ്ക്കറ്റ്. അപ്പോൾ ഇതുകൊണ്ട് ബാഗ് വെച്ചിട്ടൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാം. ഇന്നലെ നമ്മുടെ ഡേ ഫ്രഷിൽ പോയായിരുന്നു അവിടെ. ആണോ? എന്തുവാ ഒന്ന് തിരിയാൻ പറഞ്ഞപ്പോ കാൽ ഇങ്ങോട്ട് ചവിട്ടി പിടിച്ചോനെ ഇവിടാണോ? കാണാൻ നല്ല സൂപ്പർ മുട്ടക്കറി ആയിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ടുവിടാനെ കൊണ്ട് അവർ താഴെ പോയേക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറക്കെ സംസാരിച്ചത്. മുട്ടക്കറി നല്ല അടിപൊളി മുട്ടക്കറിയൊക്കെ കാണിച്ചു തരാം. ഫോണ് പേടിയാ. താഴെ മുട്ടക്കറി ചപ്പാത്തിക്ക് പാനടുപ്പ് വെച്ച് ചപ്പാത്തി പരത്തി വെച്ചു. കണ്ട, അപ്പം നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാണാൻ പറ്റത്തില്ല, അടുപ്പ് കാണാൻ പറ്റത്തില്ലല്ലേ. ഞാനിത് ഇവിടെ ഒരു ചെറിയ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിലെടുത്ത് ഒരു ടിൻ്റെ മണ്ടയ്ക്ക് എടുത്ത് വെച്ച് പോവാം. പക്ഷെ അടുപ്പ് കാണാൻ പറ്റത്തില്ല. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരും രാവിലെ, ഇവിടെ ഇപ്പോൾ 6:30 ആയതേ ഉള്ളൂ. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ? ഞാൻ ഇനി ഇവരെല്ലാം വിട്ടിട്ട് ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ. ജോലിയുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കി രാവിലെ കൊച്ചിന് സ്കൂളിലേക്കുള്ളതെല്ലാം എടുത്ത് വെച്ചു. അവന് ഇന്നലെ വൈകിട്ടുണ്ടാക്കി ഇടിയപ്പമാണ് കൊടുത്തു വിട്ടത്. പിന്നെ ബിസ്ക്കറ്റ്, ക്രോസൻറ്റ്, ഫ്രൂട്ട്സ്, മുന്തിരി, ഓറഞ്ച്, പിന്നെ ലെമൺ ജ്യൂസ്,
പിന്നെ വെള്ളം ഇത്രയും അവന് കൊടുത്തു വിട്ടു. പിന്നെ ഇനി അടുത്തത് മുട്ടക്കറിയും ചപ്പാത്തി. അതിപ്പം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എന്താ പറയുക, ഒരു കാര്യം ഞാൻ മറന്നുപോയി കൂട്ടുകാരെ. എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാ മക്കളോടും പറയുക, എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി മദേഴ്സ് ഡേ. നമ്മുടെ അമ്മയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ. അമ്മയെന്ന് പറയുന്നത് വലിയൊരു സത്യമാണ് അല്ലേ. നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആരുമില്ല. നമ്മുടെ അമ്മയാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ലോകത്തുള്ള ഒരമ്മമാർക്കും ഒരാപത്തും വരാതെ ആയുസോടെ കാക്കട്ടെ, കാത്തോളണേ എൻ്റെ മഹാദേവ. എല്ലാ അമ്മമാരെയും, ഓരോ മക്കളും ഇവിടെ ഈ ഗൾഫിലൊക്കെയും വന്ന് നിൽക്കുന്ന മക്കള് അമ്മമാരുള്ളത് കൊണ്ടല്ലേ സമാധാനത്തിൽ വന്ന് നിൽക്കുന്നത്. അമ്മമാർ നോക്കുന്നത് പോലെ ഒരു കുഞ്ഞുങ്ങളും നോക്കത്തുമില്ല, സ്നേഹിക്കത്തുമില്ല. സത്യമല്ലേ? നമ്മുടെ അമ്മ ചപ്പാത്തി ഞാൻ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് എന്താണെന്നറിയോ, കൊച്ചിനെ കൊണ്ടുപോയിട്ടിട്ട് അതിൽ കയറി വന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊരു ചമ്മൽ. അപ്പോഴേ എനിക്ക് ഒട്ടും സൗണ്ടും വരത്തില്ല, സംസാരവും വരത്തില്ല. അതാ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത്. ചപ്പാത്തി എടുത്ത് വെച്ചു, മുട്ടക്കറി ഇതിപ്പോൾ ബാഗിൽ കൊണ്ടുവച്ചിട്ട് വട്ടെ. രാവിലെ ഒരു മുറി ചക്ക ഉണ്ടായിരുന്നു, അത് പറിച്ച് വെക്കട്ടെ കേടാവുന്നതിന് മുന്നേ. അപ്പോൾ കൂട്ടുകാരെ, ചക്കപ്പഴം എല്ലാം പറക്കി അത് താഴെ വീണ് പിന്നെ ചതഞ്ഞതായിരുന്നു ഒരു സൈഡ് കേട്ടോ. അതപ്പോൾ നീറി കുറേ അങ്ങ് പോയി. പിന്നെ ബാക്കിയുള്ളത് ഞാൻ എടുത്തത് ഒരു മുറി നേരത്തെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഇത് ബാക്കി ഇരുന്നത് എടുത്ത് വെച്ചതാണ്. ഞാൻ ചുള പറിച്ച് ചവിണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇതൊക്കെ എടുത്ത് വെച്ചതാണ്. ഓക്കെ, നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ട്, നാട്ടിലല്ലാത്തത് കൊണ്ട് നമുക്ക് ചക്കയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര കൊതിയല്ലേ. എനിക്ക് പഴുത്ത ചക്കയൊക്കെ ഇഷ്ടം പച്ചച്ചക്കയാണ്. ചക്ക വേവിച്ചതും കടുവും മാങ്ങി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അയ്യോ, കതവ് ലോക്ക് ചെയ്ത്. ഇപ്പോൾ രാവിലെ മോർണിംഗ് വിശേഷം ഇതൊക്കെ ഉള്ളൂ. ചക്ക തിന്നുന്ന ധൃതിയിലായതുകൊണ്ടാണ് കൂട്ടുകാരെ സംസാരിക്കാനതൊക്കെ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. രാവിലെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ ചെയ്യുന്നത്. രാവിലെ ഞാൻ
ഡ്യൂട്ടിയിൽ വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ദിവസവും കാണിക്കുന്നത് തന്നെയാണല്ലോ, ദിവസവും ഉണ്ടാക്കി കാണിക്കുന്നത് തന്നെയാണല്ലോ ഇടുന്നതെന്ന്. അപ്പം ഇവിടെ രാവിലെ മോർണിംഗിൽ ഇങ്ങനെയൊക്കെ അവർക്കിതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളതല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വീഡിയോയും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. പിന്നെ എന്നാ പറയുക, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഞാൻ റോഡിലോട്ടാണ് നോക്കുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ പറയുക, എല്ലാവരും കാണണം. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. നിങ്ങളുടെ സപ്പോർട്ട്, ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത്. വ്യൂവേഴ്സ് 1,00,000 ആയില്ല, 1,00,000 ആവാറായിട്ടുണ്ട്. 97,000 സംതിങ് ആയിട്ടുണ്ട്. 1,00,000 ആവാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബേഴ്സ് അല്ല കേട്ടോ, വ്യൂവേഴ്സാണ്. സബ്സ്ക്രൈബർ 1000 പോലും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാനൊരു ഉത്സാഹമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞ് വരുന്നുടനെ സബ്സ്ക്രൈബേഴ്സ് ആവാതെ ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനെ കൊണ്ടൊരു എന്താ പറയുക, ഒരു ഉത്സാഹമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ അങ്ങനൊരു ആഗ്രഹം വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കത് വീഡിയോ എടുക്കാനെ കൊണ്ടുള്ള ഒരു ഉത്സാഹവും ഒക്കെ വരത്തുള്ളൂ. എനിക്ക് വീഡിയോ ഇടുകയും വേണം, എടുക്കാനും ഇപ്പോൾ അങ്ങ് മടിയാകാം. അപ്പോൾ എന്തെങ്കിലും എടുത്ത് ഇടണ്ടായോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ ഈ മോർണിംഗിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കുക ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു പണിയില്ല, രാവിലെ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണല്ലോ പിന്നെയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെയാണ്, ഇവിടെ രാവിലെ അവർക്ക് അതൊക്കെ മതി. അപ്പോൾ അതൊക്കെ അതൊരു വീഡിയോ ആവില്ല. അപ്പോൾ രാവിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ. അതിനാരും പിണങ്ങരുത്. ആരും വിചാരിക്കരുത് ഇവർക്ക് ഒരു പണിയില്ലേ, ഇവരിതൊക്കെയാണോ എടുത്തിടുന്നത്, എന്നും ഇത് തന്നെയാണ് കാണിക്കുന്നത് എന്നൊന്നും ആരും പറയില്ലേ. ദിവസവും ഇവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണേ. അപ്പോൾ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്രയും ഇതുവരെ എത്തിച്ചതുപോലെ ഇനി മുന്നോട്ടും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോ എടുത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുവരെ എത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പിന്നെ ചേച്ചിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് സുഖമായോ? പിന്നെ എല്ലാവരുടെയും കുറേ പേരുടെ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള കുറേ പേരുടെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുംബൈ അച്ചായൻസ്, ഷെജി ചേച്ചി, ദിലീപിനെ മറന്നതല്ല, ഷെജി ചേച്ചി, നൂറ, കുറേ പേരല്ല, സുപ്രിയ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരുടെയും ഒന്നും പേര് നമ്മൾ ഓർത്ത് വയ്ക്കത്തില്ല. ഈ ഷെജി ചേച്ചിയെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എന്നെപ്പോലെ തന്നെ വീടൊക്കെ കണ്ടിട്ട് എൻ്റെ വീട് ആ ചേച്ചിയുടെ വീടിനെക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള വീടാണ്. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട് ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട്. എനിക്ക് ആ ചേച്ചി ഒരുപാട് ഇഷ്ടവുമാണ്. അപ്പോൾ അത് എല്ലാവരും അതുപോലെ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ കുറേ പേരുടെ വീഡിയോ ഇപ്പം ഞാൻ കാണുന്നുണ്ട്. സംസാരിച്ചിരുന്നാലേ എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റൂല. 14 മിനിറ്റ് 15 മിനിറ്റ് ആവാറായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ കൂട്ടുകാരെ. അങ്ങനൊരു കുഴപ്പമുണ്ട്. 15